അത്? ഇത്തിരി കഞ്ഞി തരുമോ? ഇന്നൊന്നും കഴിച്ചില്ല, വിശന്നിട്ട് വയ്യ. കഴിച്ചില്ലെങ്കിൽ വേണ്ട, പോ. അസത്തെ എന്താ ചേച്ചി? ആരാ ചേച്ചി? അയാള് ആ വാറുണ്ണി. ആ പന്നി ഇവിടെ വന്നു. വേണ്ട, നീ പോണ്ട, അയാള് പോയി. കൈയും കാലും തല്ലി ഒടിച്ചാ മതിയായിരുന്നു. അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല വക്കീലേ. എല്ല് മുറികൂടിയ പകൻ പിന്നെയും തുടങ്ങൂലേ. ഓന്റെ ആരോഗ്യം നമ്മൾ സമ്മതിച്ചിരിക്കുന്നത്. അന്ന് ഓനെ കൂടി ഏറി ഇനിക്കാണെങ്കിൽ മയ്യത്തായി പോയത്. കണ്ട കാക്ക എലി ഉടുമ്പും ഒക്കെ അല്ലേ തീറ്റ. വലിയ തടിയില്ലെങ്കിലും ഉള്ളത് ഇരുമ്പ. ആ അതാ വന്നേക്കണ്. ഒരു ചായ തരുമോ? ഇവിടെ ഇല്ല. ഇത്തിരി ചൂടുവെള്ളം തരുമോ? ദിവസം വെള്ളം മൂന്ന് ചോദിക്കും. പൊക്കോണം ഇവിടുന്ന്. അങ്ങോട്ട് കുടിക്കണോ? കൊണ്ടുപോടോ, പോടോ. കഴിച്ചറേ. രണ്ട് മുറുകാണ്, രണ്ടെണ്ണത്തിനും ബുദ്ധിയില്ല. കൊറേ തല്ലുണ്ടല്ലേ? ഏറാ തടുക്കാൻ പറ്റുമോ? വല്ലതും കഴിച്ചോ? പച്ചവെള്ളം പോലും തരരുതെന്നാ എല്ലാരും തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെന്തിനാ കൊണ്ടുവന്നേ? എനിക്കെങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? നീന്റെ ആരാ? പെങ്ങളോ അല്ലെങ്കിൽ കെട്ടിയോളോ? അന്വേഷിക്കാൻ ഇനി സ്ഥലമില്ല, പോയിന്ന് ഞാൻ കരുതി. പോണതാ നല്ലത്. അങ്ങനെ വിചാരിച്ചതാ. പിന്നെന്താ വേണ്ടെന്ന് വെച്ചത്? അപ്പോ നിന്റെ അമ്മയെക്കൊന്ന് ചെയ്താനെ കൊല്ലണ്ടേ? അച്ഛനും മുതലാളി എല്ലാരും കൂടെ സ്ഥലം വിടാൻ പറഞ്ഞപ്പോ സമ്മതിക്കാൻ നാക്ക് പറഞ്ഞതാ. അപ്പഴാ നിന്നെ ഓർത്തു. നന്നായി. ഇനി ഈ ചീത്തത്തരത്തിനൊന്നും പോവാണ്ട് നല്ല ആളാവ്. ആളുകൾ പറയണൊക്കെ ശരിയാ. അങ്ങനെയാണെങ്കിൽ ഈ സ്വഭാവമൊക്കെ കളഞ്ഞ് ഒരു പെണ്ണിനെ കെട്ടി മര്യാദക്ക് ജീവിച്ചൂടെ? അതിനാരെങ്കിലും പെണ്ണ് തരണ്ടേ? തരുന്നതിന് ഇഷ്ടമുള്ള പെണ്ണിനെ വിളിച്ച് കൂടെ താമസിപ്പിക്കണം. അതിന് സ്ഥിരമായിട്ട് കൂടെ താമസിക്കാൻ ഇഷ്ടമുള്ള പെണ്ണിനെ കിട്ടണ്ടേ? ഞാൻ മതിയോ? പറ, ഞാൻ മതിയോ? കൊമ്പൻ. എടി എന്താ നീ നാട് നശിപ്പിക്കും. നീ എന്നെ ഇവിടെ എല്ലാം നശിപ്പിക്കും. അല്ല പട്ടി അടിക്കല്ലേ?
സംശയമില്ല. അപകടം പറ്റിയെന്ന് എല്ലാരും പറയണ. ചിലര് ആത്മഹത്യയെന്നും പറയുന്നുണ്ട്. തോമസ് കുട്ടിക്ക് ശത്രുക്കൾ ആരുമില്ല. പോലീസിനോട് നിനക്ക് പറയാറുന്നില്ലേ ഞാനാണ്? മനഃപൂർവ്വമല്ലല്ലോ, പറ്റിപ്പോയതല്ലേ. എന്നാലും പറയായിരുന്നു. പറഞ്ഞ നിങ്ങളെ പോലീസ് പിടിച്ച തോമസ് കുട്ടി ജീവിച്ചു വരുമോ? പിന്നെ നിങ്ങൾ ജയിലിൽ പോയാ പുലി ഇറങ്ങി ആരാ കൊല്ല? കാണണം തോന്നുമ്പോ ഞാൻ എങ്ങനെ കാണാ? ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഞാൻ പള്ളിയിലേക്ക് ചെല്ലട്ടെ. ഒരു പിടി മണ്ണ് എനിക്ക് ഇടണം. നീ എന്നെ നശിപ്പിച്ചു അല്ലടാ. എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. കള്ളും കുടിച്ച് ഇവിടെ വന്നാ കിടക്കണേ? ഇറങ്ങി പോടാ. അച്ഛോ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. കുമ്പസാരിക്കേ? നീയാ ആ കാര്യങ്ങളൊക്കെ മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ള? ഒരു തുള്ളി ഞാൻ കുടിച്ചിട്ടില്ല അച്ഛോ. എനിക്കെല്ലാം ഏറ്റു പറയണം. നാളെ കാലത്തെ വാ. പാതിരാത്രിക്കല്ലേ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. നേരം വെളുക്കാൻ കാത്ത ഞാൻ ചങ്ക് പൊട്ടി ചത്തുവോ? ഉള്ളിൽ കിടന്നിങ്ങനെ തെങ്ങുക. തോമസ് കൂടി ചത്തതല്ല അച്ചോ, ഞാൻ കൊന്നതാ, തള്ളിയിട്ട് കൊന്നതാ. ഈ വസ്ത്രം ധരിച്ച പിന്നെ ഇതുവരെ ഇത്ര ഹൃദയം തുറന്നൊരു പ്രാർത്ഥന ഞാൻ കണ്ടിട്ടില്ല. നിന്നെ ദൈവം രക്ഷിക്കും. പോട്ടെ അച്ചോ, എന്റെ കൈസറെ ആ പെണ്ണിനെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ പോലീസ് എന്നെ കൊണ്ടുപോകുമ്പോ അവനൊറ്റക്കായി പോകും. എന്നോട് സ്നേഹമുള്ളതാവും മാത്രമേ ഉള്ളൂ. അങ്ങനെ കരുതണ്ട. നിന്നെ സ്നേഹിക്കുന്നവർ പിന്നെ ഇല്ലേ ആ കൊല്ലത്തി പെണ്ണ്. ഇപ്പോ എനിക്ക് നിന്നോട് സ്നേഹം തോന്നിപ്പോകുന്നു. ഞാൻ കൊന്നവനാ. അച്ഛനെ പോലീസ് പറഞ്ഞ് പിടിപ്പിച്ചോ? പോലീസും കോടതിയും ഒക്കെ മനുഷ്യനെ ശിക്ഷിച്ചു തിരുത്താനാ. പക്ഷെ അതിനേക്കാൾ വലിയ കോടതി നീ സ്വയം തിരുത്തി കഴിഞ്ഞു. മാത്രമല്ല ഇതൊരു കുമ്പസാര രഹസ്യമാ, പുറത്തു പറയാൻ പാടില്ല. എന്നാലും എനിക്ക് മനസ്സമാധാനം കിട്ടൂല. കുറെ കാലം ജയിലിൽ പോയി കിടന്ന മനസ്സമാധാനം കിട്ടുമോ? ഇല്ല. നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അബദ്ധത്തിൽ ഒരു കൈത്തെറ്റ് പറ്റി. അതുകൊണ്ട് തകർന്നു പോയ ഒരു കുടുംബം ഇവിടെ ഉണ്ട്. അത് കാണാണ്ട് പോകുന്നതാണ് ദൈവത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ തെറ്റ്. പിന്നെ ഒരു കടമയേറ്റ നീ വന്നു, അതും മറന്ന്
നാട്ടുകാരുടെ മുഴുവൻ ശാപവും തലയിലേറ്റി പാവപ്പെട്ട ഒരു കുടുംബത്തെ അനാഥമാക്കിയിട്ട് ഏത് നരകശിക്ഷ അനുഭവിച്ചാലും നിനക്ക് സമാധാനം കിട്ടുമോ? രണ്ടു ദിവസം കൊണ്ട് അച്ഛൻ ഇങ്ങനെ ഒരു മാറ്റം വരാൻ എന്താ കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. 100 കൊല്ലം ശ്രമിച്ചാലും ചിലരെ മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ ചിലരെ മനസ്സിലാക്കാൻ 1 മണിക്കൂർ മതി. എന്തിന് 1 നിമിഷം മതി. നാട് മുഴുവൻ കട്ടുമുടിച്ച് തമ്മിത്തല്ലി കഴിവേറിയായിട്ട് നടന്ന അവനെ 1 മണിക്കൂർ കൊണ്ട് അച്ഛൻ എന്നാ മനസ്സിലാക്കാന്നാ പറയുന്നേ? തനിക്ക് ആ വീട് തരാൻ പറ്റുമോ? വീട് തരാം, പക്ഷേ എന്താ ഒരു പക്ഷേ? ഇന്നലെ കൊണ്ടുവന്ന 10 മുറിയാക്ക് കുരുമുളക് അതിനുള്ളിലായിരിക്കണത്. അതവിടെ ഇരുന്നോട്ടെ, ഒരു കുഴപ്പവും വരില്ല. ഇനി അവന്റെ ഉത്തരവാദിത്തം മുഴുവൻ അച്ഛനാ. ഞാൻ ഏറ്റവും തന്റെ ചരക്ക് അവിടെ ഇരിക്കുമ്പോ വാറുണ്ണിയുള്ളൊരു ഉറപ്പാ. നല്ല ഉറപ്പാ. കള്ളന്റെ കയ്യിലല്ലേ താക്കോല്? അല്ലപ്പാ, ഇത്തിരി മനുഷ്യത്വം ഉണ്ടെങ്കിൽ കാവലിന് ബെസ്റ്റ് കള്ളനാണ്. എന്തൊക്കെയായാലും ക്രിസ്ത്യാനികളല്ലേ, അവര് ചേരണ്ടപ്പോ ചേരും. എന്തേ? കരക്കാരെ കൂടി തീരുമാനിച്ചതാ വാറണ്ണിക്ക് പച്ചവെള്ളം കൊടുത്തു പോകരുത്, ഇവിടെ നിന്ന് കെട്ടിയിട്ടിക്കണമെന്നൊക്കെ. അവസാനം കാര്യത്തോടെടുത്തപ്പോ അവരൊന്നായി. പനങ്കോടൻ അച്ഛൻ ഇപ്പൊ രക്ഷകർത്താവായി. മാത്തുക്കുട്ടിയുടെ കടയിൽ നിന്ന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ കൊടുക്കണം. അവൻ അച്ഛന്റെ മുമ്പിൽ കുമ്പസാരിച്ചെന്നും ചെയ്തതൊക്കെ ഏറ്റു പറഞ്ഞെന്നാ കേട്ടത്. നിങ്ങൾ ഇത്ര ശുദ്ധാത്മാവായി പോയല്ലോ വൈദ്യരെ. എത്രയൊക്കെ ആയാലും അണ്ണാൻ മരം കയറ്റം മറക്കൂ.